10ാം ക്ലാസ് കഴിഞ്ഞ് നീറ്റ് JEE പോലെയുള്ള കോമ്പറ്റിറ്റീവ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുറേയധികം കുട്ടികൾ അല്ലെങ്കിൽ അതിനു വേണ്ടി ജോയിൻ ചെയ്യുന്ന കുറേ കുട്ടികളെ കാണാറുണ്ട്. ചിലപ്പോഴെങ്കിലും കുറച്ച് കുട്ടികളെങ്കിലും വിചാരിക്കാറുണ്ട്, എന്തിനാണ് ഇത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് റിപ്പീറ്റിങ്ങോ, അല്ലെങ്കിൽ പൊതുവേ നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് റിപ്പീറ്റിംഗ്, റിപ്പീറ്റിംഗ്, ഇപ്പോൾ സൂപ്പർ റിപ്പീറ്റിങ്ങിലേക്കൊക്കെ പോകുന്ന കുട്ടികളെ കാണാറുണ്ടല്ലേ. നേരത്തെ തുടങ്ങുന്നതുകൊണ്ടുള്ള മെച്ചങ്ങൾ എന്തൊക്കെയൊന്നൊന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്ത് നോക്കാം അല്ലേ. നേരത്തെ തുടങ്ങുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊരു കോമ്പറ്റിറ്റീവ് എക്സാമിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ആ ലേണിംഗ് പ്രോസസ്സ് എന്താണ് എന്ന് നേരത്തെ തന്നെ തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണ പബ്ലിക് എക്സാമിന് വേണ്ടി നോക്കുന്ന പോലെയുള്ള ഒരു പ്രിപ്പറേഷൻ അല്ല. സ്ട്രാറ്റജി ഡിഫറൻസ് ആണ്, പഠന രീതി ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ആ പ്രോസസ്സ്, എൻ്റർലി പ്രോസസ്സ് തന്നെ മാറ്റമുണ്ട് എന്നുള്ളതാണ്. ഇത് നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് തുടർന്നുള്ള എക്സാമുകൾ JEE, നീറ്റ്, നാറ്റ, UCED പോലെയുള്ള എക്സാമുകൾക്കൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ വിൻ ചെയ്യാനൊക്കെ ഇത് സഹായകരാവുന്നതാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ സാധാരണ നമ്മൾ ഈ 2 കൊല്ലം +2 കഴിഞ്ഞ് +1 +2 കഴിഞ്ഞ് റിപ്പീറ്റിങ്ങോ, അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളൊന്നും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത പോലെയല്ല. ഓരോ വർഷവും നമ്പേഴ്സ്, ഈ എക്സാമിന് വേണ്ടി അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ നമ്പറും കൂടുന്നു എന്നുള്ളത് കൊണ്ടും നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കാനും, രണ്ടാമതായി ഒരുപാട് സമയം ലാഭിക്കാനും. സമയം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാലയളവിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ സമയം ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ ഈ റിസ്ക്, പലപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കോമ്പറ്റിറ്റീവ് എക്സാമിന് പഠിക്കുന്ന സമയത്ത് ചില കുട്ടികളൊക്കെ കുറേ ബേസ് കുറവുള്ള കുട്ടികൾ പല കാരണങ്ങൾ കൊണ്ടാവാം. ആ പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പശ്ചാത്തലം കാരണം, എൻവയോൺമെൻറ്റ് കാരണമൊക്കെ നന്നായിട്ട് സഗൗരവം പഠന പ്രക്രിയയിലേക്ക് എത്താത്ത കുട്ടികളുണ്ടാവും. ലോജിക്കലി തിങ്ക് ചെയ്യാണ്ട്, അല്ലെങ്കിൽ വെറും ഒരു സ്പൂൺ ഫീഡിങ് പോലെ പഠിച്ചു വെക്കുന്ന കുട്ടികളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതിയിൽ നിന്ന് മാറി കുറച്ചുകൂടിയൊക്കെ ലോജിക്കലി വെരിഫൈഡായി പഠിക്കാനോ, മാത്തമെറ്റിക്കലി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാനൊക്കെ ഉള്ളൊരു കുറച്ചുകൂടി ഒരു വിശാലമായ സമയം കിട്ടുന്നു എന്നുള്ളത് +1 +2ൻ്റെ കൂടെ തന്നെ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. അപ്പോൾ കുറച്ചൊക്കെ ബേസ് അറിയാത്ത കുട്ടികൾക്കോ, അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഇങ്ങനെ മിനുക്കുപണികളൊക്കെ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഒബ്വിയസ്ലി സാമ്പത്തികപരമായിട്ടുള്ള, ഇപ്പം +1 +2 ഒരു സ്കൂളിൽ പഠിച്ച് റിപ്പീറ്റിങ്ങിന് വേണ്ടി വേറെ സ്ഥലത്ത് പോയി അവിടുത്തെ ആ നമ്മൾ പറഞ്ഞ സമയം പോലെ തന്നെ പൈസയുടെ സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിലും പണച്ചെലവ് നോക്കുകയാണെങ്കിലും നമുക്ക് ഇവിടെ ഒരു നഷ്ടം കണ്ടെത്താൻ വേണ്ടി പറ്റുന്നില്ല. മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ 2 വർഷം അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ, ഒപ്പം കോൺസെപ്റ്റൊക്കെ കുറച്ചും കൂടിയൊക്കെ ക്ലാരിറ്റി വെച്ച് കുറച്ചുകൂടിയൊക്കെ ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ഈ പ്രക്രിയയിലേക്ക് നിങ്ങൾ എത്തുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും +1 +2ൻ്റെ കൂടെ തന്നെ ഈ ഒരു വഴിയിലേക്ക് നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.